ഇവിടെ ജോർജിയയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് നോർമലി ഒരു കുട്ടി വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. സിം കാർഡ് എടുക്കുക, ബാങ്ക് അക്കൗണ്ട് എടുക്കുക, TRC T3 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ജോർജിയയിലുള്ള ഒരു സിമ്മാണ് സെൽഫി എന്ന് പറയുന്നത്. പാസ്പോർട്ട് മാത്രം ഉണ്ടെങ്കിൽ നമ്മുടെ വിസ വാലിഡിറ്റിക്ക് അനുസരിച്ച് സെൽഫിയുടെ സിം കിട്ടും. അപ്പോൾ നെറ്റ് മാത്രമേ ആവശ്യമുള്ളൂ, കാരണം എല്ലാം വാട്സപ്പ് കോളായിരിക്കും. ഞാനിപ്പോൾ ബാങ്ക് അക്കൗണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് ബാങ്ക് ഓഫ് ജോർജിയൻ്റെ മുന്നിലാണ്. സാധാരണ കുട്ടികളെല്ലാവരും ഇനീഷ്യലി എടുക്കാറുള്ള ബാങ്ക് ഓഫ് ജോർജിയയിലാണ്, കാരണം ഇവിടുന്നാണ് സ്റ്റുഡൻറ്റ് കാർഡ് കിട്ടുക. ആ സ്റ്റുഡൻറ്റ് കാർഡ് ടാപ്പ് ചെയ്യുന്ന സമയത്ത് മെട്രോയിലൊക്കെ പൈസ കുറവാണ്. TBC പോലുള്ള അടുത്ത ബാങ്കുകളുണ്ട്, പക്ഷേ അതിൽ ടാപ്പ് ചെയ്യുന്ന സമയത്ത് കുറച്ച് കൂടുതലായതുകൊണ്ട് എല്ലാവരും ഇനീഷ്യലി എടുക്കാറുള്ളത് ബാങ്ക് ഓഫ് ജോർജിയാണ്. ജസ്റ്റിസ് ഹൗസിൻ്റെ ഉള്ളിലേക്ക് പോവാണ്. നമ്മൾ ജസ്റ്റിസ് ഹൗസ് കയറിക്കുന്ന ഈ ഒരു ഫോട്ടോ എടുക്കുന്ന ഒരു ഭാഗമുണ്ട്. നേരെ കയറിക്കാൻ ആദ്യം കാണാതാണ് ഫോട്ടോ എടുത്ത് ഇതുപോലെ സ്ലിപ്പ് കിട്ടും. TRC സ്ലിപ്പാണ് കിട്ടുക, പിന്നെ D3 ആണെങ്കിൽ ഫോട്ടോ തന്നെ കിട്ടും. അപ്പോൾ ഇന്ത്യയിൽ വരുന്ന കുട്ടികൾ ഓൾറെഡി D3 കിട്ടിയുകൊണ്ട് അവർ D3 അപ്ലൈ ചെയ്യേണ്ട, ഡയറക്റ്റ് TRCയിലേക്ക് പോയാൽ മതി. പക്ഷേ ഓണറേവിൽ വരുന്ന കുട്ടിക്ക് D3 ഇല്ലാത്തതുകൊണ്ട് ഇവിടെ വന്ന് D3 എടുത്തതിന് ശേഷം വേണം TRCയിലേക്ക് പോകാൻ. അപ്പോൾ ഓണറേവിൽ വരുന്ന കുട്ടിക്ക് D3 എന്ന് പറഞ്ഞ വിസ എടുക്കുന്ന ഒരു പ്രോസസ്സ് കൂടുതൽ വരുന്നുണ്ട്. ഇന്ത്യയിൽ വരുന്ന കുട്ടികളാണ് ഡയറക്റ്റ് TRCയിലേക്ക് പോയാൽ മതി. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എടുക്കുക എന്നുള്ളതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനൽ റിലീസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ജോർജിയയിൽ MBBS പഠിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ കുട്ടികളും നമ്മുടെ ഫോറിൻ ഡിഗ്രി യൂട്യൂബ് ചാനലിൽ പോയിട്ട് ഈ വീഡിയോ കാണാം. നിങ്ങൾക്ക് എന്തായാലും അത് ഹെൽപ്ഫുൾ ആയിരിക്കും.